സൗജന്യമായി ഒരു വീട് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നും അല്ലേ? എന്നാൽ സംഗതി സത്യമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നായ ജപ്പാനിൽ ഇപ്പോൾ ആയിരക്കണക്കിന് വീടുകളാണ് ഉടമസ്ഥരില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നത്. വെറുതെ കിട്ടുക എന്ന് മാത്രമല്ല, ചിലയിടങ്ങളിൽ അങ്ങോട്ട് പണം നൽകിയ ആളുകളെ താമസിപ്പിക്കാൻ പോലും ജപ്പാൻ സർക്കാർ തയ്യാറെടുക്കുന്നു. എന്താണ് ജപ്പാനിലെ ഈ ഗോസ്റ്റ് വില്ലേജ് പ്രതിഭാസം? നോക്കാം ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ടിൽ. അക്കിയ എന്നാണ് ജപ്പാനിൽ ഇത്തരം ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ അറിയപ്പെടുന്നത്. കണക്കുകൾ പ്രകാരം ജപ്പാനിലെ മൊത്തം വീടുകളിൽ ഏകദേശം 14%, അതായത് 80 ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോൾ ആരുമില്ലാതെ കിടക്കുകയാണ്. ഇതിന് പ്രധാന കാരണം ജപ്പാനിലെ കുറഞ്ഞ ജനനനിരക്കും വർദ്ധിച്ചുവരുന്ന പ്രായമായവരുടെ എണ്ണവുമാണ്. യുവാക്കൾ ജോലിക്കായി നഗരങ്ങളിലേക്ക് കുടിയേറുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ വീടുകൾ അനാഥമാകുന്നു. പല വീടുകളുടെയും ഉടമസ്ഥർ മരിച്ചുപോയി. അനന്തരാവകാശികൾ ഈ വീടുകൾ ഏറ്റെടുക്കാൻ തയ്യാറുമല്ല. ഈ വീടുകൾ നശിച്ചു പോകാതിരിക്കാൻ ജപ്പാൻ സർക്കാർ ഇപ്പോൾ അക്കിയ ബാങ്കുകൾ വഴി ഇവ വിദേശികൾക്ക് പോലും ലഭ്യമാക്കുന്നുണ്ട്. ചില വീടുകൾ വെറും 500 രൂപയോ 1000 രൂപയോ നൽകിയാൽ സ്വന്തമാക്കാം. മറ്റു ചിലത് സൗജന്യമായി ലഭിക്കും. താമസിക്കാൻ വരുന്നവർക്ക് വീട് പുതുക്കിപ്പണിയാൻ സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ട്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും റിമോട്ട് വർക്ക് ചെയ്യുന്നവർക്കും ജപ്പാനിലെ ശാന്തമായ ഗ്രാമങ്ങളിൽ പോയി താമസിക്കാൻ ഇതൊരു വലിയ അവസരമാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, അവിടെ താമസിക്കണം എന്ന് മാത്രം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ സാഹചര്യവും ഒന്ന് ഓർത്തു നോക്കൂ. ഗൾഫിലും വിദേശത്തും ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികളുടെ വലിയ വീടുകളാണ് നമ്മുടെ നാട്ടിൽ പൂട്ടിക്കിടക്കുന്നത്. പൂട്ടിയിട്ട വീടുകളുടെ നാട് എന്ന് കേരളത്തെ വിശേഷിപ്പിക്കേണ്ടി വരുമോ എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ജപ്പാനിലെ ഈ സാഹചര്യം ഒരുപക്ഷെ ഭാവിയിൽ നമ്മുടെ നാട്ടിലും സംഭവിക്കാനുള്ള ഒരു മുന്നറിയിപ്പല്ലേ? ഈരാറ്റുപേട്ടക്കാർക്കൊരു സന്തോഷ വാർത്ത. കൂടുതൽ സൗകര്യങ്ങളോടെ അത്യാധുനിക സംവിധാനങ്ങളുമായി ഈരാറ്റുപേട്ടയിൽ എമർജ് ഹോസ്പിറ്റൽ. ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള തിമിര ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർ മാനുവൽ ജോണിന്റെ സേവനവും ഇവിടെ ലഭ്യം. ഒപ്പം ENT വിഭാഗത്തിൽ ഡോക്ടർ മരിയ ജോസ്, ഓർത്തോപീഡിക്സിൽ ഡോക്ടർ സ്റ്റാനി മാത്യു, കുട്ടികളുടെ വിഭാഗത്തിൽ ഡോക്ടർ ഫജിത് സൈനുദ്ദീൻ എന്നിവരുടെ വിദഗ്ധ ചികിത്സയും ഉറപ്പാക്കാം. ആരോഗ്യമാണ് സമ്പത്ത്, അത് കാത്തു സൂക്ഷിക്കാൻ ഇനി എമർജ് കൂടെയുണ്ട്.